ഡോക്ടർ, നമുക്ക് ഡേ കെയർ സർജറികൾ യൂറോളജി വിഭാഗത്തിൽ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും യൂറോളജി വിഭാഗത്തിലും ഡേ കെയർ സർജറികൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യൂറോളജി വിഭാഗത്തിലെ ഏതൊക്കെ സർജറികളാണ് നമുക്ക് ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ യൂറോളജിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പം ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അല്ലാതെ തന്നെ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്ന ചില ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. താരതമ്യേന ലഘുവായ ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള പല ഓപ്പറേഷൻസും നമുക്ക് ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്ന ഓപ്പറേഷനാണ് കോമൺ ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് സർക്കംസിഷൻ. പിന്നെ ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റസ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ, ഓർക്കിഡക്ടമി എന്ന ഓപ്പറേഷൻ, അത് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ യൂറോളജി വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് ആ സ്പ്രോട്ടത്തിലോ അല്ലെങ്കിൽ ആ പരിസരത്തിലോ ഒക്കെ വരുന്ന ചെറിയ മുഴകൾ നീക്കുന്ന ഓപ്പറേഷൻസ്, അതൊക്കെ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കൊടുത്താണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് പഴുപ്പ് ഡ്രെയിൻ ചെയ്യുന്ന ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഡേ കേസ് ഓപ്പറേഷൻ ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതൊക്കെ ലോക്കൽ അനസ്തീഷ്യ കൊടുത്തുള്ള ഓപ്പറേഷൻസ്. പിന്നെ അനസ്തീഷ്യ കൊടുത്തുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ ഇപ്പോൾ ചില ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ സ്റ്റെൻഡിങ് എന്നൊരു ഓപ്പറേഷൻ, DJ സ്റ്റെൻഡിങ്, അതായത് സ്റ്റോണിന് വേണ്ടി ചെയ്യാം. ചിലപ്പോൾ യൂറിൻ ട്യൂബിലുള്ള തടസ്സത്തിന് വേണ്ടിയുള്ള സ്റ്റെൻഡിങ്, അങ്ങനെ സ്റ്റെൻഡിങ് നമുക്ക് ഡേ കേസ് ഓപ്പറേഷൻ ആയിട്ട് ചെയ്യാം. പിന്നെ ലഘുവായിട്ടുള്ള ചില സ്റ്റോൺസ് നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻസ്, അത് ഡേ കേസ് ആയിട്ട് ചെയ്യാം. അങ്ങനെ ചില സ്റ്റോൺ നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻസ് അതിപ്പം എൻഡോസ്കോപ്പിക് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഓപ്പൺ സർജറി ആയിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ എല്ലാത്തരം സ്റ്റോണും നമുക്ക് ഡേ കേസ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ചിലതരം സ്റ്റോണുകളൊക്കെ നമുക്ക് ഡേ കേസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും.